ഇന്ത്യയിൽ 5 വർഷത്തിനിടയിൽ വിമാനങ്ങളിൽ 2094 തകരാറുകൾ ഉണ്ടായെന്ന് DGCA റിപ്പോർട്ട്. 2021 മുതൽ 2023 വരെ ഇൻഡിഗോ വിമാനങ്ങളിലാണ് എഞ്ചിൻ തകരാറുകൾ അടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 2023 മുതൽ എയർ ഇന്ത്യയിലാണ് കൂടുതൽ തകരാറുകൾ ഉണ്ടായത്. കേന്ദ്ര സർക്കാർ ലോക്സഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, ഹൈദരാബാദ് ദുരന്തമടക്കമുള്ളവ നമുക്ക് മുന്നിൽ ഉണ്ട്. മറ്റ് അനേകമായ അപകടങ്ങൾ മറ്റ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കണക്കുകൾ എത്തുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ കണക്കുകൾ പറയുന്നത്? ലക്ഷ്മി, അത്യന്തം ആശങ്കാജനകമായ കണക്കുകളാണ് ഇന്ന് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 2 എംപിമാരുടെ ചോദ്യത്തിന് ഉത്തരമായി ആന്റോ ആന്റണി എംപിയുടെയും അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെയും എംപിയുടെയും ചോദ്യത്തിന് ഉത്തരമായി ലോക്സഭയിൽ കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഈ 5 വർഷത്തിൽ 2021 മുതൽ 2025 വരെയുള്ള വർഷത്തിൽ 2094 വിമാന എഞ്ചിനടക്കമുള്ള തകരാറുകൾ, ഗുരുതരമായ തകരാറുകളടക്കം ഇതിൽ സംഭവിച്ചു. ഇത്തരം DGCAയിൽ ഇത് സംബന്ധിച്ച പൂർണ്ണമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര മന്ത്രി ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നാൽ ആദ്യത്തെ 2 വർഷം 2023 വരെ ഇൻഡിഗോ വിമാനങ്ങളായിരുന്നു തകരാറുകൾ മുൻപന്തിയിലെങ്കിൽ പിന്നീട് അത് എയർ ഇന്ത്യ മുന്നാക്കം 1ാം സ്ഥാനത്തെത്തി എന്നാണ് ഈ റിപ്പോർട്ടുകളുടെ വിശകലനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും ഗുരുതരമായ അല്ലെങ്കിൽ ഇത്രയും വിമാനത്തിന് തകരാറുകൾ സംഭവിച്ചു, അത് സംബന്ധിച്ചുള്ള എന്തൊക്കെ നടപടിയെടുത്തു എന്ന ചോദ്യത്തിൽ വ്യക്തമായ ഉത്തരം DGCAയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയ ഭാഗത്തുനിന്നോ ലഭിച്ചിട്ടില്ല. കാരണം ഏതായാലും ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ലക്ഷ്മി, പത്മ.